ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണോന്ന് അറിയില്ല. പക്ഷേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പത്രത്തിലൊക്കെ ബിസിനസ് പേജിൽ ആർട്ടിക്കിൾ എഴുതുന്ന രവിചന്ദ്രവർമ്മൻ. യെസ്, യു ആർ റൈറ്റ്. ആ ആള് തന്നെ ഞാൻ. ഹോ, അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. ഇനി ആളെങ്ങാനും മാറി ചോദിച്ച് മോശക്കാരനായി പോകുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. സാറിന്റെ എഡിറ്റോറിയൽ എല്ലാ ആഴ്ചയിലും ഞാൻ വായിക്കാറുണ്ട്. അത് ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ടൊന്നുമല്ല, ഒരാളെ ഒരു നല്ല ബിസിനസ്സുകാരനാക്കാൻ വേണ്ടിയാ. ഒരു മോനുള്ളത് അങ്ങ് ബാംഗ്ലൂരിൽ BBA പഠിക്കുക. അടുത്തത് മാസ്റ്റർ ഡിഗ്രി എടുക്കാനാ പ്ലാൻ. ബിസിനസിനെ കുറിച്ച് സാർ എഴുതുന്നതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും. എനിക്ക് പ്രയോജനം ഉണ്ടായിട്ടല്ല, അവൻ അത് എന്തെങ്കിലും പ്രയോജനപ്പെടുമല്ലോ എന്ന് കരുതിയാ. ഓ, നല്ല കാര്യം, വളരെ സന്തോഷം. അല്ല, പേര് പറഞ്ഞില്ല. എന്റെ പേര് ധർമ്മജൻ. ഓ, ടോപ്പ് ഡിവിഷനിലാ താമസം. അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പരിപാടി. ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയും ഞാനാണ്. ഓ, എപ്പോഴും ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും, നാട്ടുകാർക്ക് അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ ആയിട്ട്. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം ധർമ്മജേട്ടാ. ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഇപ്പോഴെങ്കിലും തിരിച്ചാലേ നേരത്തെ വീടെത്താൻ പറ്റൂ. അയ്യോ, നിങ്ങൾ മടങ്ങിപ്പോവാണോ? പുണ്യപീഠത്തിലേക്ക് പോകുന്നില്ലേ? പുണ്യപീഠോ? അതെ, മലയുടെ മുകളിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട പുണ്യപീഠത്തിലേക്ക് പോകാതെ മടങ്ങുകയാണോ? സാധാരണ സാറിനെ പോലെ ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ പുണ്യപീഠത്തിലേക്കാ പോകാറുള്ളത്. പോകുന്ന വഴി ഈ അമ്പലത്തിലൊന്ന് കയറും. ചോദിക്കുന്നത് കൊണ്ട് സാർ ഒന്നും കരുതരുത്. എന്തെങ്കിലും വലിയ പ്രാർത്ഥനയായിട്ടാണോ സാർ ഇവിടേക്ക് വന്നത്? അതായത് ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടമോ കുടുംബപരമായോ, ഇനി കുഞ്ഞുങ്ങളുണ്ടാവാത്തത് കൊണ്ടോ? വിഷമമായെങ്കിൽ ക്ഷമിക്കണം. എന്ത് കാര്യമായാലും ശരി, പുണ്യപീഠത്തിലെത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഏത് വലിയ പ്രശ്നമായാലും അതിനുടനടി പരിഹാരം ഉണ്ടാവും. അത് ധർമ്മജേട്ടാ, കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ വന്നത്. അല്ല, കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്കിത് എന്തു പറ്റി? എപ്പോഴും ഒരു പരവേശവും ദേഷ്യവും. നിങ്ങൾക്ക് എന്താ ഒരു വെപ്രാളം? എന്നെ മോളെ കുറിച്ച് ഓർത്തിട്ട്. അവളെ കുറിച്ച് എന്തോർക്കാൻ? അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്? അതെ, അതാ എനിക്ക് പേടി. സാധാരണ പെൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് പെൺമക്കൾ വീട്ടിൽ നിൽക്കുമ്പോഴാണ് പേടി. ഇത് കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷമായി പോയി. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? രവിസാറ് നമുക്ക് ജീവിക്കാൻ കുറച്ച് കാശ് തന്ന് സഹായിക്കാൻ നോക്കി. അതിഷ്ടപ്പെടാതെ നിങ്ങൾ അത് തിരികെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും ഇനി ആ മനുഷ്യനോടുള്ള ദേഷ്യം നിങ്ങൾക്ക് തീർന്നിട്ടില്ലെന്ന് വെച്ചാ? അതല്ല സരോജം കാര്യം. പിന്നെ ഞാൻ പറയുന്നത് കേട്ട് നീ ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കരുത്. എന്താ? രവിസാറ തന്റെ ആദ്യ ഭാര്യയായ രാജനന്ദിനിയെ കൊന്നത്. അത് നമ്മുടെ മോൾക്ക് സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു സരോജം. ഓഹോ, കൊള്ളാം. പണ്ടൊരു തവണ അയാൾ പറഞ്ഞത് വിശ്വസിച്ച് ശ്രീയുടെ അച്ഛൻ ഇവിടെ കാണിച്ചു കൂട്ടിയൊന്നും മറന്നിട്ടില്ലല്ലോ. എന്നിട്ട് അതിലൊരു കഴമ്പുമില്ലാന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ശ്രീയുടെ അച്ഛൻ അവരുടെ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് സുഖയില്ലാത്ത ആള് പറയുന്നത് വെച്ചാണോ
രവി സാറിനെ നമ്മൾ അളക്കേണ്ടത്? എനിക്ക് ഉറപ്പുണ്ട് അതൊക്കെ അയാള് വെളിവില്ലാതെ പറഞ്ഞു നടക്കുന്നതാണ്. മനോരോഗം ബാധിച്ച ഒരാൾ പറയുന്നതും രാത്രി മയക്കത്തിൽ കണ്ട സ്വപ്നവും നമ്മുടെ മോളുടെ തലവിധിയും ഒരുമിച്ച് കൂട്ടിക്കെട്ടേണ്ട ശ്രീടച്ചൻ. മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായ പിന്നെ കാണുന്ന പ്രവൃത്തികൾ മുഴുവനും അതുമായി താരതമ്യപ്പെടുത്താനേ എല്ലാവരും ശ്രമിക്കും. നമ്മുടെ നിവൃത്തികേട് മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ പൈസ കൊടുത്തുവിട്ടതടക്കം. എന്തിന്? നമ്മളിപ്പോ ഈ വീട്ടിൽ നിൽക്കുന്നതിന് പോലും കാരണക്കാരനായ ആ മനുഷ്യനെ ഒരു തരത്തിലും വിഷമിപ്പിക്കുന്ന കാര്യം ചിന്തിക്കുന്നത് പോലും ഈശ്വരൻ ക്ഷമിക്കില്ല. ഓർത്തോ? എന്താണോ? പുണ്യപീഠത്തിലേക്ക് ഞാൻ പോണെന്ന് പറഞ്ഞത് സാറിന് ഇഷ്ടായില്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ ചോദിച്ചേ ഉള്ളൂ. സംശയം ഒന്നും വേണ്ട. പൂർണ്ണ സമ്മതത്തോടും തൃപ്തിയോടും തന്നെ ഞാൻ പോകാമെന്ന് സമ്മതിച്ചത്. പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെയെങ്കിലും ഒഴിഞ്ഞു നിൽക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി. ഒരു പരിധിയും വെക്കണ്ട സർ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കണം. എന്റെയോ സാറിന്റെയോ ജന്മദോഷങ്ങൾ കൊണ്ട് ഇനിയൊരു ജീവന്റെ തുടിപ്പിന് കൂടി നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഇത്രയും നാള് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വിധികളെയെല്ലാം ചവറ്റുകുട്ടയില് ചുരുട്ടിയെറിയ ഈ യാത്രയോട് കൂടി നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. തനിക്കെല്ലാം മറക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യം. അതുതന്നെയായിരുന്നു തന്നെയും കൊണ്ടുള്ള എന്റെ ഈ യാത്രയുടെ ഉദ്ദേശവും. ആരൊക്കെ ചുറ്റും നിന്ന് എന്തൊക്കെ പറഞ്ഞ് നമ്മളെ പിരിക്കാൻ നോക്കിയാലും, പരസ്പരം പിരിയേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ടായാലും, പിരിയില്ലെന്ന നമ്മളുടെ വിശ്വാസത്തിൽ പടുത്തുയർത്താൻ പോകുന്ന പുതിയൊരു ജീവിതം, നീയും ഞാനും ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രണയകാവ്യം പോലുള്ളൊരു ജീവിതം. ആണോ? ശരിക്കും നീലഹസ്തിമലയുടെ മുകളിലുള്ള പുണ്യപീഠത്തിന്റെ കാര്യമാണോ മോള് പറഞ്ഞത്? ആ അതന്നെ അതന്നെ. നീ ആ ഫോണിൽ തന്നെ. മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവിടെ റേഞ്ച് കുറവാന്നാ മോള് പറഞ്ഞത്. നീ എന്തിനാ അവിടെ പോകാൻ സമ്മതിച്ചത്? രവി സാർ കൂടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? എടി, നിനക്ക് ആ സ്ഥലത്തെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ നീ പറയുന്നത്? ആ സ്ഥലത്ത് പോയവരിൽ ഭൂരിഭാഗം ആളുകളും അപകടത്തിൽപ്പെടാറാണ് പതിവ്. വളരെ ദുർഘടം നിറഞ്ഞ വഴിയാത്. രണ്ടു വശവും അഗാധമായ കുഴിയും വന്യമൃഗങ്ങളുടെ ശല്യവും. എന്റെ കരുകൂത്തിയമ്മേ, ഇത് ഞാൻ പത്രത്തിലോ മറ്റോ വായിച്ച അറിവാണ്. ഇനി നമുക്കറിയാൻ വയ്യാത്ത എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ശ്രീടച്ചൻ നമ്മുടെ മോള്, നമ്മളിനി എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, ഒരു കുഴപ്പം വരാതെ അവരിങ്ങ് വന്നോളും. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും നടക്കൂന്നും ദോഷങ്ങളൊക്കെ മാറൂന്നൊക്കെയാ ചേട്ടായി പറയുന്നത്. പിന്നെ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, അതൊരു നല്ല കാര്യമല്ലേ? അമ്മ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അവര് പോകുന്ന സ്ഥലം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അതൊരു വല്ലാത്ത സ്ഥലമാ. വല്ലാത്ത സ്ഥലമോ എന്നുവെച്ചാ? നീ കാര്യം തെളിച്ചു പറ രഘു. അമ്മേ, അത് വലിയ അപകടം പിടിച്ച സ്ഥലം. അത് ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന സ്ഥലം. ദുർഘടം നിറഞ്ഞ വഴികളും മോശം കാലാവസ്ഥയും അവിടെ. പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം വേറെയും.
അവിടെ പോകാനായിട്ട് റോഡ് പോലും ഇല്ല. കുത്തനെ കയറ്റുള്ള മലമ്പാതയിലൂടെ ജീപ്പിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ഈശ്വര, മണ്ണിടിച്ചിലും മറ്റും ധാരാളം ആളുകൾ അവിടെ മരിച്ചിട്ടുമുണ്ട്. വീണ്ടും ഞാൻ ചേട്ടായി വിളിച്ച് പോകണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ ചേട്ടായി അത് കേൾക്കുന്നില്ല. ആപത്തൊന്നും വരുത്താതെ തിരിച്ചെത്തിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞു. എന്റെ ഈശ്വര, കേട്ടതും അറിഞ്ഞതും സത്യമാണെങ്കിൽ വലിയ ആപത്തുണ്ടാകുന്ന സ്ഥലത്തേക്ക് അവര് പോയിരിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നിലും പെടുത്താതെ സുരക്ഷിതമായി അവരെ രണ്ടുപേരും തിരിച്ചെത്തിക്കണം. ഈ യാത്രയുടെ തീരുമാനം എന്റേതായിരുന്നെങ്കിലും നിശ്ചയം അവിടുന്നാണ്. ഇവിടെ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. കേൾക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അവിടുന്നാണ്. ഓരോ നിമിഷവും കാവലായി എന്റെ കുട്ടികൾക്കൊപ്പം ഉണ്ടാവണേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് സാന്ദ്ര മാഡം വരണം വരണം. സാന്ദ്ര മാഡത്തിന് ഇത്തിരി പ്രസാദം കൊടുക്ക. സാന്ദ്ര മാഡം, സാന്ദ്ര മാഡം, മാഡം എന്താ എന്താ മാഡം?
നിങ്ങൾ നടത്തിയ പൂജ വെറുതെ ആയി പോയല്ലോ സരോജാണ്ടി. എന്താ മാഡം മാഡം എന്തായി പറയുന്നത്? പൂജ വെറുതെ ആയിരുന്നോ? എങ്ങനെ? സാറും ശ്രീലക്ഷ്മിയും സഞ്ചരിച്ച് നീലഹസ്തിയിലേക്ക് പോയ വാഹനം മാഡം മാഡം എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞാന്ന്? അവര് രണ്ടുപേരും പോയ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് രാജാറാം സർ, ആ സാന്ദ്ര മേഡം. എന്തെങ്കിലും വിവരം കിട്ടിയോ? നോ മേഡം. രാജാറാം സർ, അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഏയ് സാന്ദ്ര മേഡം, പേടിക്കാനൊന്നും ഉണ്ടാവില്ല. രവിയും ശ്രീലക്ഷ്മിയും തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാ. ഇവിടെ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ കാര്യം അറിഞ്ഞ് തളർന്നു വീണു. ഡോക്ടർ വന്നിട്ടുണ്ട്. മാഡം, തൽക്കാലം അവിടെ നിന്ന് അവരൊന്ന് ആശ്വസിപ്പിക്കേ. രവിക്കും ശ്രീലക്ഷ്മിക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം എനിക്കുണ്ട്. മാഡം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ശ്രീലക്ഷ്മിയുടെ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും വേണം. രവിക്കും ശ്രീലക്ഷ്മിക്കും അങ്ങനെ നമ്മളെ വിട്ടിട്ട് പോകാൻ പറ്റുമോ മാഡം? എല്ലാവരുടെയും പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ട്. മാഡവും പ്രാർത്ഥിക്കണം. എന്നാ പിന്നെ ശരി മാഡം, ഇവിടുത്തെ കണ്ടീഷനും വളരെ മോശം. ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. ശരി സർ. ശ്രീരജ, നിങ്ങളെന്തിനാ വിഷമിക്കുന്നതും കരയുന്നതും? നമ്മുടെ മോൾക്ക് എന്താ? അവള് രവിസാറിന്റെ കൂടെ അമ്പലത്തിൽ പോയിരിക്കല്ലേ? നാളെ രാവിലെ നമ്മൾ കണി കാണുന്നത് മോളെ രവിസാറിനെ ആയിരിക്കുമെന്ന് രവിസാർ എനിക്ക് വാക്ക് തന്നതാ. ഇപ്പോ ആ വാക്കിൽ മാത്രം നമ്മൾ വിശ്വസിച്ചാ മതി. മോള് സാറും തിരികെ വരുമ്പോ ശ്രീടച്ചൻ വിഷമിച്ചെന്തെങ്കിലും വരുത്താനാണോ ഉദ്ദേശം? എന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല സരോജം. വേണേൽ എന്റെ ജീവനെടുത്തിട്ട്
സാറിനെയും മോളെയും ഈശ്വരൻ രക്ഷിക്കണേ എന്ന് എന്റെ പ്രാർത്ഥന. യാത്ര ഒഴിവാക്കണമെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ, കേട്ടില്ല. ശ്രീലച്ച മതി. ഇനി ഇങ്ങനെ ഓരോന്നോർത്തും പറഞ്ഞു നിങ്ങൾ അസുഖം കൂട്ടരുത്. മോക്ക് താങ്ങും തണലുമായി അവളുടെ ഭർത്താവ് കൂടെയുണ്ട്. അവൾക്കൊന്നും പറ്റാതെ രവിസാറ് നോക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വിഷമിച്ച് നിങ്ങൾക്ക് വല്ലതും സംഭവിച്ച എനിക്ക് പിന്നെ ആരുണ്ട്? മോളുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും വിഷമവും തോന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. കരിക്കോത്തി അമ്മയാണ് സത്യം. നിന്റെ ഉള്ളിലെ പിടച്ചിൽ എനിക്ക് മനസ്സിലാകും സരോജ. നമ്മുടെ മോളും സാറും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അഥവാ ഈശ്വരസ്യം മറിച്ചാണെങ്കിൽ അസുഖമായിരിക്കില്ല എന്റെ മരണത്തിന് ഉത്തരവാദി. അതിനു മുമ്പേ അങ്ങനെയൊന്നും ശ്രീടച്ച് പറയരുത്. എന്നെ താങ്ങി നിർത്തേണ്ട ആളാ നിങ്ങള്. കരിക്കുത്തിയമ്മ കൊണ്ടുവരും നമ്മുടെ മക്കളെ. പല പരീക്ഷണങ്ങൾ പോലെ ഇതും ഒരു പരീക്ഷണം മാത്രമായിരിക്കും. ഇതെല്ലാം നമ്മൾ തരണം ചെയ്യും. ശ്രീടച്ച് കുറച്ചു നേരം ബാക്കി എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാൻ സാധിക്കുമോ നോക്ക്. ഹലോ രഘു സാർ. ഹലോ സാന്ദ്ര, ഒരു സന്തോഷ വാർത്തയുണ്ട്. ചേട്ടായിയെ സേഫ് ആയി കിട്ടിയിട്ടുണ്ട്. ആണോ സാർ? എന്നിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലാ ചേട്ടായി ഉള്ളത്. ഞാനും രാജാറാം കൂടി ഇപ്പൊ അങ്ങോട്ട് തിരിക്കുക. അവിടെ ചെന്നിട്ട് ചേട്ടായിയെ കണ്ടിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ സാർ. രഘു സാറാ വിളിച്ചത്. രവി സാറിന് സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അവിടെ ഒരു ഹോസ്പിറ്റലിലാ സാർ ഉള്ളതെന്നും അവിടെ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. ആണോ? അപ്പോ എന്റെ മോള് ചേച്ചി ആന്റി എവിടെ ഇരിക്കല്ലേ? ആന്റി കരയല്ലേ? അതെ, എന്താ അമ്മ? അപ്പൊ കുറെ നാളത്തേക്ക് നമ്മൾ അധികമായി പണിയെടുക്കേണ്ടി വരും തന്ത്രപരമായി. മറ്റൊരു ശ്രീലക്ഷ്മി ഇനി രവിയുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത്? 2 ഭാര്യമാരും നഷ്ടമായ സ്ഥിതിക്ക് ബ്രദറിലോ ഇനി അതിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു 3-ാം കെട്ടുകാരനെ ഏത് പെണ്ണ് സ്വീകരിക്കാനാ? ഒരാളും ഉണ്ടാവില്ല. ഉണ്ടാവും, ഒരാളുണ്ടാവും. സാക്ഷാൽ സാന്ദ്ര തന്നെ. ഇപ്പോഴവൾ പത്തി താഴ്ത്തി നിൽക്കുന്നത് കണ്ട് അവളെ എഴുതി തള്ളാനാവില്ല. എന്റെ ഒരു അറിവ് വെച്ച് കാര്യസാധ്യത്തിന് ഏതു വശീകരണ തന്ത്രവും പയറ്റുന്നവളാണവൾ. അന്നിവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ ഞാൻ കണ്ടു, ഇപ്പോഴും അണയാത്ത ഒരു പക അവളുടെ കണ്ണിൽ എരിയുന്നത്. അതവൾ ആളിക്കത്തിച്ചാൽ അതിൽ ചിലപ്പോൾ എരിഞ്ഞടങ്ങുന്നത് ഞാനും നീയുമായിരിക്കും. സാന്ദ്രയ്ക്കും രവിവർമ്മനും ഇടയിലുണ്ടായിരുന്ന തടസ്സം ശ്രീലക്ഷ്മിയായിരുന്നു.
ഇപ്പൊ ആ തടസ്സം മാറി. രവിയുടെ മനസ്സിലേക്ക് സാന്ദ്രയ്ക്ക് കയറാനുള്ള വാതിൽ നമ്മളായിട്ട് അടച്ചു പൂട്ടണം. അതിനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കണം. അതിനുള്ള വഴി ഇനി നമ്മൾ ആലോചിക്കണം. ആ അധ്യായം അവസാനിച്ചു എന്ന് കരുതുന്നതാവും ശരി. ഇനി തിരയാനുള്ള 2 സ്ഥലങ്ങൾ. ഒന്ന് കല്ലൂപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ, മറ്റൊന്ന് തമിഴ്നാട് അതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തേനിപ്പാറ എന്ന സ്ഥലവും. രണ്ടിടത്തും വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ ബോഡിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ പോലും ഇതിനോടകം കടുവയോ ചെന്നായോ അതുകൊണ്ട് സമയം പോലെ സാറ് തന്നെ രവി സാറിനെ ആ ഒരു യാഥാർത്ഥ്യം ബോധ്യമാക്കി കൊടുക്കണം. എല്ലാം വിധിയാണ്. സർവം ശിവം, ശിവമയം. സർവശക്തനെ പ്രാർത്ഥിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ എത്തിക്കൊള്ളാം. ശ്രീലക്ഷ്മി, ചേട്ടായി, ചേട്ടായി റിലാക്സ്, റിലാക്സ് ചേട്ടായി. സാറേ, ശ്രീടച്ചൻ കിടന്നോളൂ. സാർ, എന്റെ മോള് മോളെ കൂടെ കൊണ്ടുവന്നില്ലേ സാറേ? അവള് ജീവനോടെ ഉണ്ടോ സാറേ? അതെങ്കിലും ഒന്ന് പറയോ? ഈ കിടക്കയിൽ നിന്ന് ഞാനിനി എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല. മരണസൂചനകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ജീവിച്ച നാളത്രയും എന്റെ കുഞ്ഞിനു വേണ്ടിയായിരുന്നു. ജീവൻ പോകുന്നത് അവളെ കുറിച്ചുള്ള ആദ്യം കൊണ്ട് തന്നെ. അവസാനമായി സാറിനെ മോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇനി അത് നടക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല.
അന്ന് ആശുപത്രിയിൽ വെച്ച് സാറിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കേണ്ടി വന്നു. ഒരു തെറ്റിന് പലതവണ മാപ്പ് പറയേണ്ടി വരുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇത്തവണ കൂടി സാർ എന്നോട് ക്ഷമിക്കണം. എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാവും. ശ്രീടച്ചൻ ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. സമാധാനമായിട്ട് വിശ്രമിക്കുക ഇപ്പൊ ആവശ്യം. എന്റെ മോളുടെ കാര്യത്തിനും പരിഹാരം ഉണ്ടാവോ സാറേ? എന്റെ മോളെ ഒരു വട്ടം കൂടി എനിക്ക് കാണാൻ പറ്റുമോ? അവളെവിടെയോ ജീവനോടുകൂടി ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവളെ കണ്ടെത്താനും കൂട്ടിക്കൊണ്ടുവരാനും സാറിന് മാത്രമേ കഴിയൂ. കൂട്ടിക്കൊണ്ടുവരില്ലേ സാർ? ഇനി അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കണോ? സാറിങ്ങനെ ഉത്തരവില്ലാതെ നിസ്സഹായനായിരിക്കുമ്പോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. എന്റെ കാത്തിരിപ്പിന് അർത്ഥമില്ലെന്ന് തോന്നുന്നു. ഈ യാത്രയിൽ ഞാൻ മാത്രം മതി. എന്റെ ഉള്ളിലെ ശ്രീലക്ഷ്മിയെ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കും. കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. ചേട്ടാ എങ്ങോട്ട് പോകാനാ ഉദ്ദേശിക്കുന്നേ? നീലഹസ്തി മലയിലേക്ക്. ഒന്നുകൂടി എനിക്ക് അവിടെ പോണം, തനിച്ച്. ശ്രീലക്ഷ്മിയുടെ അച്ഛന് കൊടുത്ത വാക്കും എന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ ഈ നാട്ടിലേക്ക് വരുമെങ്കിൽ അത് ശ്രീലക്ഷ്മിയുടെ കൈ പിടിച്ചാവും. അതല്ല മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ ശ്രീലക്ഷ്മിയെ പോലെ രവിയും ഇനിമാരും